ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്ന ഒരു കിടിലൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. അത് നമുക്കൊരു പേഴ്സണൽ ഡിക്ഷണറി നമുക്ക് സെറ്റ് ചെയ്താലോ. പേഴ്സണൽ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, നമ്മുടെ ആധാർ നമ്പർ, ഫോൺ നമ്പർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിനകത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം ഒരു കിഡിലിന് ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പം എൻ്റെ പാൻ നമ്പർ ആണെങ്കിൽ പാൻ നമ്പർ ധരിക്കുമ്പോൾ ഇവിടെ തന്നെ കാണിക്കും, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം, അത് കിട്ടി. ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെങ്കിൽ ഇൻസ്റ്റാ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ അത് വരും. അങ്ങനെ എല്ലാം നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളതല്ലേ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുമോ, അപ്പോൾ നിങ്ങൾക്ക് ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജഷൻ കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എല്ലാവരും ഫോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് വരിക. സെറ്റിങ്സിനകത്ത് വന്നിട്ട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സെറ്റിങ്സിൽ വന്നതിന് ശേഷം പേഴ്സണൽ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ പേഴ്സണൽ ഡിക്ഷണറി സെറ്റിങ്സിനകത്ത് സിസ്റ്റംസിലെ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ടിനകത്തുണ്ട്. ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ താഴേക്കുണ്ട് ഒരു പേഴ്സണൽ ഡിക്ഷണറി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഫോർ ഓൾ ലാംഗ്വേജസ് ഇംഗ്ലീഷ് ഇന്ത്യ, ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന കുറച്ച് ഡീറ്റെയിലുകൾ ഉണ്ടാവും. എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, എൻ്റെ ബാങ്ക് ഉണ്ട്, എൻ്റെ പാൻ ഉണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കോർണറിൽ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട് അല്ലേ. ആ പ്ലസ് ചിഹ്നത്തിനകത്ത് നിങ്ങളുടെ ഇപ്പം നമുക്ക് എന്താ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫോൺ നമ്പർ, എന്തെങ്കിലും ഒരു കാര്യമില്ല, ബാങ്ക് അക്കൗണ്ടോ നിങ്ങളുടെ ആധാർ നമ്പറോ, അപ്പോൾ ആധാർ നമ്പർ നമുക്ക് കൊടുക്കാം. ആധാർ നമ്പർ ഇതാന്ന് ഇത് കൂട്ടിയിട്ട് നമ്മൾ AD എന്ന് പറഞ്ഞ് ഷോർട്ട് കട്ട് നമ്മൾ വെച്ചു. എന്നിട്ട് ടിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ പുറകോട്ട് വന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബേക്കിൽ പോയി ഞാൻ എൻ്റെ വാട്സപ്പ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സാധാരണ AD എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, AD എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ ആധാർ നമ്പർ എനിക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇതേപോലെ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതേപോലെ സേവ് ചെയ്ത് വെക്കാം നമ്മുടെ ഫോണിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു കിഡിലൻ ടിപ്സാണ്. ഇതെല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പം ഈ ബാങ്ക് അക്കൗണ്ടൊക്കെ അയച്ചു തരാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ അല്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലേ, അവരെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഇനി കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി ടിപ്സിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാറാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ ബൈ.